ചിത്രത്തിൻ്റെ തുടക്കത്തിൽ പാർട്ട് 1 അവസാന രംഗങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ക്രിസ്റ്റഫർ എന്ന കുട്ടി മൃഗങ്ങളുടെയും മനുഷ്യരുടെയും സങ്കരയിനമായ പോഹിനോടും അവൻ്റെ കൂട്ടുകാരുമായി ചങ്ങാത്തം കൂടി. 100 ഏക്കർ വുഡ്സ് എന്ന കാട്ടിലാണ് അവൻ അവരോടൊപ്പം കളിച്ചിരുന്നത്. ക്രിസ്റ്റഫർ ആയിരുന്നു ആ മനുഷ്യമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. കോളേജിൽ പഠിക്കാനായി ക്രിസ്റ്റഫർ അവിടെ വിട്ടുപോയതോടെ പോഹും കൂട്ടുകാരും പട്ടിണിയിലായി. അതോടെ ആ മനുഷ്യമൃഗങ്ങൾ ആളുകളെ പിടികൂടി കൊലപ്പെടുത്താൻ ആരംഭിച്ചു. ഇതിൻ്റെയെല്ലാം പിന്നിൽ പോഹും കൂട്ടുകാരുമായിരിക്കുമെന്ന് ക്രിസ്റ്റഫർ നഗരവാസികളെ അറിയിച്ചു. പക്ഷേ ആളുകൾ ക്രിസ്റ്റഫർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. തൽഫലമായ ആളുകൾ ക്രിസ്റ്റഫറിനെ ഒരു നുണയനായി കാണുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കുറച്ചാളുകൾ ക്രിസ്റ്റഫർ പറഞ്ഞിരുന്ന ആ കഥയിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി. ആ ആളുകൾ പോഹിനെയും കൂട്ടരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. അവർ മാസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും പോഹിനെയും കൂട്ടുകാരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ പോഹും കൂട്ടുകാരും നാട്ടുകാരെ ഭയന്ന് ഒളിവിൽ പോയി. പിന്നീട് ക്രിസ്റ്റഫർ മെഡിക്കൽ പഠനം പൂർത്തിയാക്കുകയും ജൂനിയർ ഡോക്ടറായി ജോലിയിൽ പ്രവേശിക്കുകയുമാണ്. ആ നാളുകളിലാണ് പോഹും കൂട്ടരും മനുഷ്യരെ കൊന്നതിനെക്കുറിച്ചുള്ള ഒരു സിനിമ ഇറങ്ങുന്നത്. ആ സിനിമയിൽ ക്രിസ്റ്റഫറിനെ ഒരു വില്ലനായാണ് ചിത്രീകരിച്ചിരുന്നത്. അതോടെ ക്രിസ്റ്റഫർ സമൂഹത്തിൻ്റെ മുൻപിൽ വീണ്ടും ഒറ്റപ്പെടുകയാണ്. ശേഷം കാണിക്കുന്നത് 100 ഏക്കറിലേക്ക് ടൂർ വന്ന മിയ, ജാമി, ആലീസ് എന്നീ 3 യുവതികളെയാണ്. മൂവരും തങ്ങളുടെ കാരവാനിലിരുന്ന് ഓജോ ബോർഡ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നേരത്ത് മൂവരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ആരോ അവരുടെ കാരവാൻ പിടിച്ചു കുലുക്കി. കാരവാൻ്റെ ഭിത്തിയിൽ ചാരി നിന്നിരുന്ന ആലീസിൻ്റെ നെഞ്ചിൽ പുറത്തുനിന്നും ആരോ കുത്തി. ഒരു കാഴ്ച കണ്ട് ജാമി കാരവാനിൻ്റെ വാതിലടയ്ക്കാനായി ഓടി. അതിന് ശ്രമിക്കുന്നതിനിടെ പോഹ് കാരവാനിൻ്റെ വാതിലടയ്ക്കുകയും അവളുടെ വിരലുകൾ ഒടിയുകയും ചെയ്തു. ബലവാനായ പോഹ് പിന്നീട് കാരവാൻ തൊട്ടടുത്തായി ഉണ്ടായിരുന്ന തടാകത്തിലേക്ക് മറച്ചിടുകയാണ്. ഭയന്നു വിറച്ച മിയ വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടി. അവൾ തൻ്റെ വാഹനത്തിലേക്ക് കയറി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും പോഹ് കാരവാൻ മറച്ചിട്ടിരുന്നു. ജാമി ഇപ്പോഴും ആ ഒരു വാഹനത്തിനകത്തുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന മെഴുകുതിരിയിൽ നിന്നും വാഹനത്തിനുള്ളിൽ തീയാളിപ്പടർന്നു. അങ്ങനെ വാഹനത്തിനകത്തുണ്ടായിരുന്ന ജാമിക്ക് സാരമായ രീതിയിൽ പൊള്ളലേൽക്കുകയാണ്. മിയ രക്ഷപ്പെടുന്ന കാഴ്ച കണ്ട് പോഹ് അവൾക്കരികിലേക്ക് ഓടി. രക്ഷപ്പെടുന്നതിനിടെ മിയയുടെ വാഹനത്തിൻ്റെ ടയർ പോഹ് സ്ഥാപിച്ചിരുന്ന ബിയർ ട്രാപ്പിൽ കുടുങ്ങി. ഉടൻ തന്നെ പോഹ് അവളെ പിടികൂടി. മിയ കാല് കുത്തിയത് ബിയർ ട്രാപ്പിലായിരുന്നു. ശേഷം പോഹ് അവളെ അതിമൃഗീയമായി മർദ്ദിക്കുകയും അവളുടെ കൈകാലുകൾ ചവിട്ടിയൊടിക്കുകയും ചെയ്തു. ശേഷം പോഹ് മിയയുടെ തല ബിയർ ട്രാപ്പിൽ കുടുക്കി അവളെ അതിമൃഗീയമായി കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് തീപിടുത്തത്തിൽപ്പെട്ട് മുഖം വികൃതമായ ജാമി വാഹനത്തിൽ നിന്നും പുറത്തേക്കിഴഞ്ഞു നീങ്ങുകയാണ്. ഒരു സമയത്ത് അവിടെ പോഹിൻ്റെ കൂട്ടുകാരനായ മൂങ്ങയുടെ രൂപമുള്ള മനുഷ്യനുമുണ്ടായിരുന്നു. മൂങ്ങ എന്ന പേരിൽ തന്നെയാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. മൂങ്ങ വലിയൊരു തടി കഷ്ണമെടുത്ത് തലക്കടിച്ച് ജാമിയെയും ക്രൂരമായി കൊലപ്പെടുത്തി. ശേഷം കാണിക്കുന്നത് ക്രിസ്റ്റഫറിനെയാണ്. അവൻ കുട്ടിക്കാലത്ത് പോഹിനൊപ്പമുള്ള തൻ്റെ ഓർമ്മകൾ ഓർത്തെടുക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ആ സംഭവങ്ങൾ പൂർണ്ണമായും ഓർത്തെടുക്കാൻ ക്രിസ്റ്റഫറിന് സാധിച്ചിരുന്നില്ല. പിന്നീട് ക്രിസ്റ്റഫർ തൻ്റെ സുഹൃത്തായ ലെക്സിയുടെ പക്കലേക്ക് പോവുകയാണ്. പോഹിനെയും കൂട്ടരെയും പറ്റി ക്രിസ്റ്റഫർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ലെക്സി വിശ്വസിച്ചിരുന്നു. ക്രിസ്റ്റഫർ ലെക്സിയുടെ കൂടെ തൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കെത്തിയ ക്രിസ്റ്റഫർ കാണുന്നത് തൻ്റെ കാറിൽ ആരോ സ്പ്രേ പെയിൻറ് ഉപയോഗിച്ച് കൊലപാതകി എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഈ ഒരു കാഴ്ച ക്രിസ്റ്റഫറിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. ക്രിസ്റ്റഫറിൻ്റെ പിതാവ് അവനെ ആശ്വസിപ്പിച്ചു. പോഹും കൂട്ടരും ആക്രമണം നടത്തിയിരുന്ന 100 ഏക്കർ കാട്ടിലേക്ക് അന്ന് രാത്രിയിൽ അന്വേഷണത്തിനായി പോലീസ് എത്തി. അവിടുത്തെ അതിമൃഗീയമായ കാഴ്ചകൾ പോലീസിനെ ഞെട്ടിച്ചു. പോലീസ് ഉടൻ തന്നെ അവിടേക്ക് ബാക്കപ്പ് ടീമിനെ വിളിച്ചു. പോലീസിൻ്റെ റേഡിയോ സംഭാഷണങ്ങൾ ഒരു അജ്ഞാതൻ ചോർത്തിയെടുത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ക്രൂരമായ കൊലപാതകങ്ങൾ ചെയ്ത പോഹിനെയും കൂട്ടരെയും തേടി 3 ആയുധധാരികൾ 100 ഏക്കർ കാട്ടിലേക്കെത്തി. മൂവരും ക്രിസ്റ്റഫർ പറഞ്ഞിരുന്ന പോഹിനെക്കുറിച്ചുള്ള കഥകളിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. ഈ ഒരു സമയത്ത്
പോഹിൻ്റെ കൂട്ടുകാരനായ മൂങ്ങ അതിലൂടെ നിരീക്ഷണം നടത്തിക്കൊണ്ട് പറന്നു പോകുന്നുണ്ടായിരുന്നു. മൂങ്ങ തൻ്റെ താവളത്തിലേക്ക് ചെല്ലുകയും ഇക്കാര്യം പോഹിനെയും കൂട്ടരെയും അറിയിക്കുകയും ചെയ്തു. നാട്ടുകാർ നമ്മളെ തേടി വരികയാണെന്നും അവർ നമ്മളെ കൊല്ലുന്നതിനു മുൻപ് നമുക്ക് അവരെ കൊല്ലണമെന്നും മൂങ്ങ പോഹിനോടും പന്നിക്കുട്ടിയോടും പറഞ്ഞു. ദേഷ്യത്തോടെ പോഹും കൂട്ടരും വേട്ടക്കാരെ അന്വേഷിച്ചിറങ്ങി. ഈ ഒരു സമയത്ത് വേട്ടക്കാർ എന്തോ ഒരു ശബ്ദം കേൾക്കുകയും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തു. ആ ഒരു മനുഷ്യനെ പോഹ് അനായാസം തന്നെ കൊലപ്പെടുത്തി. ഈ ഒരു സമയത്ത് ബാക്കിയുണ്ടായിരുന്ന 2 പേരുടെയും പക്കലേക്ക് പന്നിക്കുട്ടി ചാടി വീണു. ഈ സംഭവത്തോടെ ക്രിസ്റ്റഫർ പറഞ്ഞിരുന്നതെല്ലാം സത്യമായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ അവർ തലയിലേക്ക് നിറയൊഴിച്ച് പന്നിക്കുട്ടിയെ കൊലപ്പെടുത്തി. പിന്നീട് അവരിരുവരും കഴുത്തു ഛേദിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്നാമനെ കണ്ടെത്തി. ഈ ഒരു സമയത്ത് പൂഹ് അവർക്ക് മുന്നിലേക്ക് പാഞ്ഞു വരികയാണ്. പൂഹിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിലും പൂഹ് തോക്ക് തട്ടിമാറ്റി. അതോടെ ലക്ഷ്യം തെറ്റിയ വെടിയുണ്ട കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടാമൻ്റെ മുഖത്തേക്ക് പതിക്കുകയും അയാൾക്ക് മാരകമായ പരിക്കേൽക്കുകയും ചെയ്തു. താമസിയാതെ തന്നെ പൂഹ് ആ ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ശ്രമിച്ചയാളെ കൊലപ്പെടുത്തി. പിന്നീട് പൂഹ് കൊല്ലപ്പെട്ടിരുന്ന പന്നിക്കുട്ടൻ്റെ മൃതശരീരം തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. വെടിയേറ്റ് മാരകമായി പരിക്കേറ്റിരുന്ന യുവാവിനെ പിറ്റേന്ന് രാവിലെയാണ് ബോധം വന്നത്. പ്രാണരക്ഷാർത്ഥം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അയാൾ റോഡിന് സമീപത്തായി കുഴഞ്ഞു വീണു. ശേഷം കാണിക്കുന്നത് ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റഫറിനെയാണ്. ജോലിയിൽ മിടുക്കനായിരുന്നെങ്കിലും ക്രിസ്റ്റഫറിനെ മേലുദ്യോഗസ്ഥൻ അവിടെ നിന്നും പറഞ്ഞുവിടുകയാണ്. ഒരു കൂട്ടം ആളുകൾക്ക് ക്രിസ്റ്റഫറിനെ ഇഷ്ടമില്ലാത്തതായിരുന്നു അതിനു പിന്നിലെ കാരണം. വിഷമത്തോടെ അവിടെ നിന്നും പടിയിറങ്ങുന്ന സമയത്താണ് മാരകമായി പരിക്കേറ്റിരുന്ന ആ ഒരു വേട്ടക്കാരനെ ക്രിസ്റ്റഫർ കാണുന്നത്. ക്രിസ്റ്റഫറിനൊപ്പം പഠിച്ചിരുന്ന ആ ഒരു മനുഷ്യനെ അവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അവനെ ആരാണ് ആക്രമിച്ചതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ജോലി പോയ വിഷമത്തിൽ ക്രിസ്റ്റഫർ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. പിന്നീട് ക്രിസ്റ്റഫർ തൻ്റെ ഇളയ സഹോദരിയായ എല്ലയുടെ പക്കലേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് കാട്ടിൽ ഒരു പിതാവ് തൻ്റെ മകനെ ബൈനോക്കുലറിലൂടെ പക്ഷികളെ നിരീക്ഷിക്കാനായി പഠിപ്പിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ആ കുട്ടി ബൈനോക്കുലറിലൂടെ മൂങ്ങ മനുഷ്യനെ കാണാനിടയായി. കുട്ടി ഭയന്നുറച്ചോടുകയും മൂങ്ങ മനുഷ്യൻ കുട്ടിയുടെ പിതാവിനെ പിടികൂടുകയുമാണ്. പിന്നീട് പൂഹും കൂട്ടാളികളും അയാളുടെ ശരീരാവശിഷ്ടങ്ങൾ പുഴയിലേക്ക് എറിയുകയാണ്. മാനസികമായുള്ള ബുദ്ധിമുട്ട് മൂലം ക്രിസ്റ്റഫർ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി പോകാറുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്റ്റഫർ തൻ്റെ കുട്ടിക്കാലത്തെ ഭീതിജനകമായ സംഭവങ്ങൾ ഓർത്തെടുക്കാനായി ശ്രമിക്കുകയാണ്. പൂഹ് കുട്ടിക്കാലത്തും ക്രൂരനായിരുന്നു. അവൻ പച്ചമാംസം ഭക്ഷിക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് കുട്ടിയായിരുന്ന ക്രിസ്റ്റഫറിനെ അത് മനസ്സിലാക്കുവാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് ക്രിസ്റ്റഫർ പൂഹിനെ പരിചയപ്പെടുന്നതിലും മുൻപുള്ളൊരു സംഭവം ഓർത്തെടുക്കുകയാണ്. ക്രിസ്റ്റഫറിൻ്റെ അനിയനായിരുന്ന ബില്ലിയുടെ ബർത്ത്ഡേ ദിവസം നിരവധി കുട്ടികൾ ബർത്ത്ഡേയിൽ പങ്കെടുക്കാനായി അന്ന് ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അന്നേ ദിവസം വാനിലെത്തിയ ഒരാൾ ബില്ലിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. ക്രിസ്റ്റഫർ വാൻ ഓടിച്ചിരുന്നയാളെ കണ്ടിരുന്നെങ്കിലും അവനാ മുഖം ഇപ്പോൾ ഓർത്തെടുക്കാനായി സാധിക്കുന്നില്ല. അന്നേ ദിവസം രാത്രിയിൽ ഒരു കൂട്ടം പോലീസുകാർ പൂഹും കൂട്ടരും താമസിച്ചിരുന്ന അവരുടെ ഒളിത്താവളം കണ്ടെത്തുകയാണ്. അവിടെ ഉണ്ടായിരുന്ന വികൃതമാക്കപ്പെട്ട നിലയിലുള്ള മൃതശരീരങ്ങൾ കണ്ട് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഉടനെ പൂഹും കൂട്ടരും അവിടേക്ക് ചാടി വീഴുകയും പോലീസുകാരെ ഓരോരുത്തരെയായി അതിക്രൂരമായി വകവരുത്തുകയുമാണ്. ഈ നേരത്തെ ക്രിസ്റ്റഫർ ബില്ലിയെ തട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ അവൻ ബില്ലിയെ കാണാതായ വർഷം നടന്നിരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ തിരയുകയാണ്. അങ്ങനെ ക്രിസ് ആ ഒരു വർഷം 7 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്ന ജനിതക ശാസ്ത്രജ്ഞനായ ആർതർ ഗാലപ്പിനെ കുറിച്ചുള്ള ഒരു ലേഖനം കാണുകയാണ്. അയാൾ മൃഗങ്ങളുടെ ജീനുകൾ വെച്ച് കുട്ടികളിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ഒരു ദിവസം അയാളുടെ വീട് ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിക്കുകയും അങ്ങനെ അയാൾ കൊല്ലപ്പെടുകയായിരുന്നുവെന്നുമായിരുന്നു ആ ലേഖനത്തിൽ എഴുതിയിരുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു പോലീസുകാരൻ ക്രിസിനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്കെത്തി. മാരകമായി പരിക്കേറ്റിരുന്ന ആ ഒരു വേട്ടക്കാരനെ ബോധം തിരിച്ചു കിട്ടിയെന്നും ക്രിസ്റ്റഫർ ഒഴികെ മറ്റാരോടും താൻ സംസാരിക്കില്ലെന്നാണ് അയാൾ പറയുന്നതെന്നും പോലീസുകാരൻ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. അങ്ങനെ ക്രിസ്റ്റഫർ തൻ്റെ സഹപാഠി കൂടിയായിരുന്ന ആ ഒരു വേട്ടക്കാരനെ കാണാനായി പോവുകയാണ്. അന്ന് സംഭവിച്ച ആ ഒരു കാര്യത്തെപ്പറ്റി വേട്ടക്കാരൻ
ഒരു പേപ്പറിലെഴുതി ക്രിസ്റ്റഫറിനെ കാണിച്ചു. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്നും ആ ജീവികളാണ് ഞങ്ങളെ ആക്രമിച്ചതെന്നും അയാൾ ക്രിസ്റ്റഫറിനെ അറിയിച്ചു. ശേഷം ആ മനുഷ്യൻ പരിക്കേറ്റ് വികൃതമായ തൻ്റെ മുഖം ക്രിസ്റ്റഫറിനെ കാണിച്ചു. ഈ ഒരു സമയത്ത് ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജനാലയിലൂടെ ക്രിസ്റ്റഫറിനെ ഒളിഞ്ഞു നോക്കുന്നത് അവൻ കാണുകയാണ്. ഈ ഒരു നേരത്ത് തൻ്റെ അനിയനായ ബില്ലിയെ തട്ടിക്കൊണ്ടുപോയിരുന്നത് ആ ഒരു മനുഷ്യനാണെന്ന് അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ്. ക്രിസ് കണ്ടുവെന്ന് മനസ്സിലായതോടെ ആ സെക്യൂരിറ്റി ഗാർഡ് അവിടെ നിന്നും പോയി. ശേഷം കാണിക്കുന്നത് വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസിൻ്റെ കൂട്ടുകാരനെയാണ്. ഈ ഒരു സമയത്ത് ആ യുവാവ് നിഗൂഢമാർന്ന ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങിയവൻ ചിന്നിച്ചിതറിയ നിലയിലുള്ള മാംസകഷ്ണങ്ങൾ കാണാനിടയായി. അതിൽ മനുഷ്യരുടെയും ശരീരാവശിഷ്ടങ്ങളുണ്ടായിരുന്നു. അത് പിന്തുടർന്ന് പുറത്തേക്കിറങ്ങിയ യുവാവിനെ മൂങ്ങ ആക്രമിക്കുകയാണ്. മൂങ്ങ അവൻ്റെ മുഖത്ത് ആസിഡ് ഛർദ്ദിക്കുകയും അവനെ നിഷ്കരണം കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ നേരത്താവട്ടെ ക്രിസ്റ്റഫർ ആ സെക്യൂരിറ്റി ഗാർഡിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ക്രിസ്റ്റഫർ ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വീട് കണ്ടെത്തുകയും ആയുധവുമായി അതിനകത്തേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തു. ക്രിസ്റ്റഫർ ആയുധവുമായി ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ മുൻപിലേക്ക് ചാടി വീണു. ഈ ഒരു സെക്യൂരിറ്റി ഗാർഡ് തന്നെയായിരുന്നു പോലീസിൻ്റെ റേഡിയോ സന്ദേശങ്ങൾ ചോർത്തി ശ്രവിച്ചിരുന്ന ആ ഒരു അപരിചിതൻ. ആദ്യം അയാൾ നിരപരാധിയാണെന്ന് ചമയാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് ആ സെക്യൂരിറ്റി ഗാർഡ് സത്യങ്ങളെല്ലാം ക്രിസ്റ്റഫറിനോട് വിളിച്ചു പറയുകയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊടുത്താൽ ഡോക്ടർ ആർതർ ഗാലപ്പ് എനിക്ക് പണം തരുമായിരുന്നു. എനിക്ക് നിരവധി കടങ്ങളുണ്ടായിരുന്നു. അത് വീട്ടാനാണ് ഞാൻ ഇത്തരമൊരു ഹീനമായ കൃത്യം ചെയ്തിരുന്നത്. ആ ഭ്രാന്തൻ ഡോക്ടർ കുട്ടികളിൽ മൃഗങ്ങളുടെ ജീനുകൾ വെച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഒടുവിൽ ഗാലപ്പ് തൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയും കുട്ടികളെ മൃഗങ്ങൾക്ക് സമാനമായ അതിശക്തരായ ഭീകരജീവികളാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ ആ കുട്ടികൾ അപകടകാരികളായി മാറി. അവർ തന്നെ ഉപദ്രവിക്കുമെന്ന് ഗാലപ്പ് മനസ്സിലാക്കി. അതോടെ ഗാലപ്പ് ആ കുട്ടികളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു കാര്യം താൻ അറിഞ്ഞുവെന്ന് ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് വെളിപ്പെടുത്തി. അങ്ങനെ സെക്യൂരിറ്റി ഗാർഡ് ഗാലപ്പിനെ പിന്തുടർന്ന് 100 ഏക്കർ വനത്തിലേക്കെത്തി. സെക്യൂരിറ്റി ഗാർഡ് കുട്ടികളെ കൊല്ലരുതെന്ന് ഗാലപ്പിനോട് പറഞ്ഞു. എന്നാൽ അമിതമായി മദ്യപിച്ചിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പിന്നീട് ബോധരഹിതനായി. സെക്യൂരിറ്റി ഗാർഡ് ഉണരുമ്പോഴേക്കും ഡോക്ടർ ഗാലപ്പ് കുട്ടികളെ കൊന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞിരുന്നു. കോപാകുലനായ സെക്യൂരിറ്റി ഗാർഡ് ഗാലപ്പിൻ്റെ ആയുധം പിടിച്ചു വാങ്ങി അയാളെയും കൊലപ്പെടുത്തി. എന്നാൽ ഗാലപ്പ് കൊന്നു കുഴിച്ചു മൂടിയിരുന്ന കുട്ടികൾ പുനർജീവിക്കുകയും അവർ കുഴിമാടങ്ങളിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു. അന്നു മുതൽ ആ കുട്ടികൾ സർവനാശം വിതയ്ക്കുവാൻ തുടങ്ങി. അതോടെ ഞാൻ അറസ്റ്റിലേക്ക് നയിക്കാവുന്ന തെളിവുകളെല്ലാം കൈക്കലാക്കി ഗാലപ്പിൻ്റെ വീട് കത്തിക്കുകയായിരുന്നുവെന്ന് സെക്യൂരിറ്റി ഗാർഡ് വെളിപ്പെടുത്തി. പോലീസിൻ്റെ ആശയവിനിമയങ്ങൾ താൻ നിരന്തരമായി തടസ്സപ്പെടുത്തിയിരുന്നെന്നും അയാൾ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. താൻ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ തനിക്കിപ്പോൾ കുറ്റബോധമുണ്ടെന്ന് അയാൾ ക്രിസ്റ്റഫറിനെ അറിയിച്ചു. തൻ്റെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയെന്നും വിഷമത്തോടെ അയാൾ ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. ഉടനെ അയാൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ഒരു നേരത്ത് ക്രിസ്റ്റഫറിൻ്റെ കൂട്ടുകാരിയായ ലെക്സിയുടെ വീട്ടിൽ അവളും അവളുടെ കുഞ്ഞനേനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലേക്ക് ആരോ അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയും അവളത് തൻ്റെ അനിയനെ അറിയിക്കുകയും ചെയ്തു. ഈ സമയത്ത് പോലീസുകാരനായ അവരുടെ മുത്തച്ഛൻ ഇരുവരെയും ഫോണിൽ വിളിച്ചു കിട്ടാതെ പോലീസുകാരോട് അവിടം വരെയൊന്ന് ചെല്ലാനായി നിർദ്ദേശിച്ചിരുന്നു. ഈ ഒരു നേരത്ത് ലെക്സിയും അനിയനും പേടിച്ചരണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ തങ്ങളുടെ ടോയ് കാർ ഉപയോഗിച്ച് പൂഹിൻ്റെ അവ്യക്തമായ മുഖം കണ്ടു. എന്നാൽ താമസിയാതെ തന്നെ പൂഹ് അവരുടെ പക്കലേക്കെത്തി. ഭാഗ്യവശാൽ അവർക്കിരുവർക്കും പൂഹിൻ്റെ പക്കൽ നിന്നും ഓടി രക്ഷപ്പെടാനായി സാധിച്ചിരുന്നു. പുറത്ത് അവരുടെ മുത്തശ്ശൻ പറഞ്ഞിട്ട് വന്നിരുന്ന പോലീസുകാരുണ്ടായിരുന്നു. പൂഹിനെ പറ്റി ലെക്സി പോലീസുകാരോട് പറഞ്ഞെങ്കിലും പോലീസ് അതൊന്നും വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും ഒരു വനിതാ ഓഫീസർ അന്വേഷണത്തിനായി അവിടേക്ക് ചെന്നു. ആ പോലീസുകാരിയെ പൂഹ് ആക്രമിക്കുകയും അവളുടെ കൈ വലിച്ചു കീറി അവളെ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ക്രിസ് ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വീട്ടിൽ നിന്നും നിരവധി തെളിവുകൾ കൈക്കലാക്കിയിരുന്നു. അതിൽ ഡോക്ടർ ഗാലപ്പിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായിരുന്നു. കുട്ടികളിൽ മൃഗങ്ങളുടെ ജീനുകൾ സന്നിവേശിപ്പിച്ചതോടെ അവർക്ക് മൃഗങ്ങളുടെ സവിശേഷതകൾ ലഭിക്കുകയും അവർ അതിശക്തന്മാരായി മാറുകയും ചെയ്തു. അവർക്ക്
അവരുടെ മുറിവുകൾ സുഖപ്പെടുത്താനും പുനർജീവിക്കാനും കഴിവുണ്ടെന്ന് ഗാലപ്പ് ആ ഒരു ഓഡിയോയിൽ വെളിപ്പെടുത്തിയിരുന്നു. സെക്യൂരിറ്റി ഗാർഡിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയിരുന്ന രേഖകളിൽ നിന്നും പൂഹ് എന്നറിയപ്പെടുന്ന ക്രൂരനായ മനുഷ്യമൃഗം സെക്യൂരിറ്റി ഗാർഡ് തട്ടിക്കൊണ്ടുപോയിരുന്ന തൻ്റെ അനിയനായ ബില്ലിയാണെന്ന് ക്രിസ്റ്റഫർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഈ ഒരു സമയത്താണ് ലെക്സി നടന്ന സംഭവങ്ങളെല്ലാം ക്രിസ്റ്റഫറിനെ വിളിച്ചറിയിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് കൊല്ലപ്പെട്ടെന്നും ക്രിസ്റ്റഫറിൻ്റെ രക്ഷിതാക്കളുടെ സുരക്ഷയ്ക്കായി എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലണമെന്നും ലെക്സി ക്രിസ്റ്റഫറിനോട് പറഞ്ഞു. എന്നാൽ ഈ ഒരു സമയത്ത് ബില്ലിയായ പൂഹ് ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പൂഹ് വീട്ടിലേക്ക് നുഴഞ്ഞു കയറുകയും അടുക്കളയിലായിരുന്ന ക്രിസ്റ്റഫറിൻ്റെ അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ഭാര്യയുടെ കരച്ചിൽ കേട്ട് അവിടേക്ക് ഓടിയെത്തിയ ക്രിസ്റ്റഫറിൻ്റെ പിതാവിനെയും പൂഹ് നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി. എന്നാൽ പൂഹ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റഫറിൻ്റെ കുഞ്ഞനിയത്തിയെ മാത്രം കൊന്നിരുന്നില്ല. പിന്നീടുള്ള പരിശോധനയിൽ പൂഹ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്റ്റഫറിൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ടിരുന്നു. അല്പസമയത്തിനു ശേഷമാണ് ക്രിസ്റ്റഫർ തൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. തൻ്റെ രക്ഷിതാക്കളുടെ ചേതനയേറ്റ ശരീരം കണ്ട് ക്രിസ്റ്റഫർ അലറിക്കരഞ്ഞു. പിന്നീട് ക്രിസ്റ്റഫർ തൻ്റെ സഹോദരിയായ എല്ലയെ തിരയുകയാണ്. അവളെ കാണാതെ അവൻ പരിഭ്രാന്തിയിലായി. അതേസമയം ക്രിസ്റ്റഫറിൻ്റെ കൂട്ടുകാരിൽ ചിലർ പട്ടണത്തിൽ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ അവസാനത്തെ പാർട്ടിയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഒരു സ്ഥലത്തേക്ക് പൂഹും കൂട്ടരും എത്തുകയാണ്. ആ നഗരത്തിലുള്ളവരെയെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു പൂഹിൻ്റെയും കൂട്ടരുടെയും ഉദ്ദേശം. അവിടെയുണ്ടായിരുന്ന നിരപരാധികളായ മനുഷ്യരെ പൂഹും കൂട്ടരും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്താൻ ആരംഭിച്ചു. കുറച്ചു പേർ പൂഹിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടി മാറാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ നേരത്ത് പൂഹിൻ്റെ കൂട്ടുകാരനായ കടുവ അവർക്ക് നേരെ ചാടി വീണു. രക്ഷപ്പെട്ടെത്തിയ മനുഷ്യരെ അവൻ നിഷ്കരണം കൊലപ്പെടുത്താൻ ആരംഭിച്ചു. തൻ്റെ സഹോദരിയെ കണ്ടെത്താനിറങ്ങിയ ക്രിസ് ഈ സംഭവം റേഡിയോ വഴി അറിയാനിടയായി. ക്രിസ് ലെക്സിയെ വിളിച്ച് വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് അവളോട് നിർദ്ദേശിച്ചു. ക്രിസ്റ്റഫർ പെട്ടെന്ന് ഫോൺ വെച്ചതോടെ അവൻ്റെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് ലെക്സിക്ക് തോന്നി. അങ്ങനെ അവൾ പോലീസുകാരുടെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് ക്രിസ്റ്റഫറിൻ്റെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ നോക്കി അവൻ്റെ പക്കലേക്ക് പായുകയാണ്. ഈ നേരത്തെ ക്രിസ്റ്റഫർ പാർട്ടി നടന്നിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവിടെ ചിതറിക്കിടന്നിരുന്ന മൃതശരീരങ്ങൾ കണ്ട് ക്രിസ്റ്റഫർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കയ്യിൽ കരുതിയിരുന്ന തോക്കുമായി ക്രിസ്റ്റഫർ മുന്നോട്ടേക്ക് നീങ്ങി. അങ്ങനെ അവൻ അവിടെ മൃതപ്രാണയായി കിടന്നിരുന്ന തൻ്റെ ഒരു സുഹൃത്തിനെ കാണുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് കടുവ അവൻ്റെ പക്കലേക്ക് ചാടി വീഴുകയാണ്. മനോധൈര്യം കൈവിടാതെ ക്രിസ്റ്റഫർ കടുവയുടെ ദേഹത്തേക്ക് നിറയൊഴിച്ചു. മാരകമായി പരിക്കേറ്റ കടുവ ക്രിസ്റ്റഫറിൻ്റെ കൂട്ടുകാരിയുടെ തല അവന് നേരെ പിഴുതെറിഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി മാറുകയാണ്. ഈ ഒരു നേരത്തും പൂഹ് അതിമൃഗീയമായ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ നേരം ക്രിസ്റ്റഫർ തൻ്റെ സഹോദരിയെ കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിൽ 100 ഏക്കർ കാട്ടിലേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ പൂഹും അവിടേക്കെത്തി. ക്രിസ് പൂഹിനെ ബില്ലി എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ സഹോദരി എവിടെയാണെന്ന് അവനോട് ചോദിച്ചു. എന്നാൽ പൂഹ് ഒട്ടും ദാക്ഷിണ്യം കാണിക്കാതെ ക്രിസ്റ്റഫറിനെ കൊല്ലാനായി തൻ്റെ ചെയിൻസോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പൂഹ് ക്രിസിനെ ആക്രമിക്കുകയും അവനെ കൊല്ലാനൊരുങ്ങുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം പൂഹ് എന്തോ ഒന്ന് കണ്ട് നിശ്ചലനാവുകയാണ്. അതോടെ പൂഹിൻ്റെ ശ്രദ്ധ ക്രിസിൽ നിന്നും മാറി. തന്നെ കുട്ടിക്കാലത്ത് ഈ ഒരു കാട്ടിൽ ഗാലപ്പ് കുഴിച്ചിട്ടിരുന്ന ആ കുഴിമാടമാണ് പൂഹിൻ്റെ ശ്രദ്ധ തിരിച്ചിരുന്നത്. കുട്ടിക്കാലത്തവൻ ആ ഒരു കുഴിയിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്ന നിമിഷങ്ങൾ പൂഹ് ഓർത്തെടുക്കുകയാണ്. ഈ നേരത്തെ ക്രിസ്റ്റഫർ പൂഹിനെ ബില്ലി എന്ന് വിളിക്കുകയാണ്. തൻ്റെ സഹോദരി എവിടെയെന്ന് ക്രിസ്റ്റഫർ പൂഹിനോട് ചോദിച്ചു. എന്നാൽ ഗാലപ്പിൻ്റെ പരീക്ഷണം ബില്ലിയെ അതിക്രൂരനാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പൂഹായി മാറിയിരുന്ന ബില്ലി സഹോദരനായ ക്രിസ്റ്റഫറിനെ കൊല്ലാനൊരുങ്ങി. ഈ ഒരു സമയത്ത് അവിടേക്ക് എത്തിയിരുന്ന ലെക്സി ക്രിസ്റ്റഫറിൻ്റെ ജീവൻ രക്ഷിക്കാനായി പൂഹിൻ്റെ ദേഹത്തേക്ക് ചാടി വീണു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ പൂഹ് ലെക്സിയെയും കൊല്ലാനൊരുങ്ങി. ഈ ഒരു കാഴ്ച കണ്ട ക്രിസ്റ്റഫർ അവിടെ ഉണ്ടായിരുന്ന മഴുവെടുത്ത് തലയിലേക്ക് ആഞ്ഞുവട്ടി പൂഹിനെ കൊലപ്പെടുത്തുകയാണ്. താൻ കൊന്നത് തൻ്റെ അനിയനായ ബില്ലിയെയായിരുന്നെന്ന് ക്രിസ്റ്റഫർ വിഷമത്തോടെ ലെക്സിയോട് പറഞ്ഞു. അത് നമ്മുടെ ബില്ലിയല്ലെന്നും അവനിപ്പോൾ അതിക്രൂരനായ പൂഹാണെന്നും പറഞ്ഞുകൊണ്ട് ലെക്സി ക്രിസ്റ്റഫറിനെ ആശ്വസിപ്പിച്ചു. ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെട്ടു വരുന്ന സമയത്താണ് പോലീസ് അവിടേക്കെത്തുന്നത്. പൂഹ് എല്ലയെ ഉപദ്രവിച്ചിട്ടില്ലെന്നും അവൾ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നെന്നും
പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിസ്റ്റഫറിനെ അറിയിച്ചു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനത്തിൽ അവൻ്റെ സഹോദരിയായ എല്ലയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചു പോവുകയാണ്. ശേഷം കാണിക്കുന്നത് പോഹിൻ്റെ ഒളിത്താവളമാണ്. പോഹിൻ്റെ കൂട്ടുകാരനായ മൂങ്ങ അവിടേക്ക് പോഹിൻ്റെയും പന്നിക്കുട്ടിയുടെയും കടുവയുടെയും മൃതശരീരങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഗാലപ്പ് പറഞ്ഞിരുന്നതുപോലെ ഈ ജീവികൾക്ക് മുറിവുകൾ സുഖപ്പെടുത്താനും പുനർജീവിക്കാനുമുള്ള കഴിവുണ്ട്. അങ്ങനെ മൂങ്ങ കൊല്ലപ്പെട്ടിരുന്ന തൻ്റെ 3 കൂട്ടുകാരെയും പുനർജീവിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് മൂങ്ങ ഞങ്ങൾ ക്രിസ്റ്റഫറിനോട് പ്രതികാരം ചെയ്യുമെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.